ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നിർണായകമായ നീക്കങ്ങളൊക്കെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം 10 മണിക്ക് വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അർജുൻ, ആ വാർത്താ സമ്മേളനത്തിലാണ് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു, ദൃശ്യങ്ങൾ ചിലത് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. 2 പാക് സൈനികർ കസ്റ്റഡിയിലായെന്ന വിവരങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു കൺഫർമേഷൻ, കാരണം ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. ഏറ്റവും പ്രധാനം ശരിയായ വാർത്തകളാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ 10 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കൃത്യമായി എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്, പാകിസ്ഥാന്റെ ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മുടെ പ്രതിരോധം ഏത് തരത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും. അർജുൻ, ആര്യ, 10 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ പാക് തർക്കം അതൊരു ഇവോൾവിംഗ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ, അതായത് നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു, തിരിച്ചടി ഉണ്ടാകുന്നു, പ്രത്യാക്രമണങ്ങൾ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വിവരങ്ങൾ ഈ പറയുന്ന പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിനിധികൾക്ക് തരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അത്രത്തോളം വ്യക്തതയില്ല. കാരണം ഒരു ഐഡിയ കിട്ടും. അതായത് ഇന്നലെ രാത്രി ഈ കാശ്മീരിലും അതുപോലെ ജമ്മുവിലും പൂഞ്ചിലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ, രാജസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ, ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ, അതുപോലെ പഞ്ചാബിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, അതിന് പ്രത്യാക്രമണം നടത്തിയത്, അതായത് ഈ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടതും പിന്നീട് പാകിസ്ഥാൻ്റെ നഗരങ്ങളിലേക്ക് കയറിച്ചെന്ന്, അതായത് ഇസ്ലാമാബാദും ലാഹോറും റാവൽപിണ്ടിയും കറാച്ചിയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് കയറി ചെന്ന് ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അത് ഏത് വിധേനയായിരുന്നു, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിവരം നൽകാൻ, വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്രതിരോധ മന്ത്രാലയ വക്താക്കൾക്കും പ്രതിനിധികൾക്കും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾക്കും സാധിക്കും. പക്ഷേ അതിലുപരി നമ്മൾ ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പാകിസ്ഥാൻ സ്ഥിരീകരിച്ച എണ്ണങ്ങളുണ്ട്. 2 JF-17 വിമാനങ്ങൾ അവർ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ F-16 വിമാനവും അതുപോലെ തന്നെ AWACS പാകിസ്ഥാൻ്റെ ഈ സർവൈലൻസ് വിമാനവും നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2 പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. BSF ആണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒന്ന് അക്ടൂരിൽ നിന്നാണെങ്കിൽ മറ്റേത് ജയ്സാൽമീറിൽ നിന്ന്. ഇവരുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതിലെല്ലാം ഒരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണമാണ് നമ്മൾ 10 മണിക്കുള്ള ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകോപനം അവസാനിപ്പിച്ചിട്ടില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ 2ാമത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സൈനിക ബ്രീഫിംഗിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് കൃത്യമായി തന്നെ നമ്മുടെ സൈനിക മേധാവികൾ ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ നിർത്തിയില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ നിർത്തിയില്ല എന്ന് മാത്രമല്ല, അതിർത്തിയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ, കൃഷിക്കാർക്ക് നേരെയാണ് അവരുടെ ഷെല്ലിംഗ് നടന്നത്. സാധാരണക്കാരായ മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് കഴിയില്ല. തിരിച്ചടിക്കുകയാണ്, പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലൈൻ. ആ മോഡിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്.